Good morning, students. The next question, Big Bang or Big M method. It's a simplex LPP method. Question, use Big M method to solve the following LP problems. Minimize Z is equal to 600x1 plus 500x2 subject to 2x1 plus x2 greater than or equal to 80, x1 plus 2x2 greater than or equal to 60, x1 comma x2 greater than equal to 0. So once more the question, Big M method to solve linear programming problems. Minimize Z is equal to, plus Z is equal to, mistake on Z is equal to 600x1 plus 500x2. Constraints subject to 2x1 plus x2 is greater than is equal to 80, x1 plus 2x2 greater than or is equal to 60, x1 comma x2 greater than is equal to 0. Solution. First of all convert the constraints into equation by introducing surplus and artificial variables. The value of artificial variables m of and surplus variable 0. അപ്പോൾ നമ്മൾ കൺസ്ട്രെയിൻസിനെ സാധാരണ ചെയ്യുന്ന പോലെ ഈ ഇക്വേഷനെ ഈക്വാലിറ്റിയിലേക്ക് മാറ്റുക. കൂടാതെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് തന്നെ നമുക്ക് സർപ്ലസ് വേരിയബിളും ആർട്ടിഫിഷ്യൽ വേരിയബിൾസും എൻ്റർ ചെയ്യണം. ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന് എം എന്ന് പറയുന്ന വാല്യൂം സർപ്ലസ് വേരിയബിൾസിന് 0 വാല്യൂം കൊടുക്കും. സോ ഇക്വേഷൻ ഇങ്ങനെയാണ്: 2x1 പ്ലസ് x2 മൈനസ് s1 പ്ലസ് a1 ഈസ് ഈക്വൽ ടു 80. അടുത്ത കൺസ്ട്രെയിൻസ് x1 പ്ലസ് 2x2 മൈനസ് s2 പ്ലസ് a2 ഈസ് ഈക്വൽ ടു 60. അപ്പോൾ വാല്യൂ x1 x2 s1 s2 a1 a2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. ദെൻ നമ്മൾ അടുത്ത ഒബ്ജക്റ്റീവിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റും. ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസ് z ഈസ് ഈക്വൽ ടു 600x1 പ്ലസ് 500x2 പ്ലസ് 0s1 പ്ലസ് 0s2 പ്ലസ് ma1 plus ma2. So the first step is to be setup of initial solution. നമ്മൾ അതിനെ ഇനീഷ്യൽ സൊല്യൂഷനിലേക്ക് മാറ്റി ഫീസിബിൾ സൊല്യൂഷനിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. സോ ഫീസിബിൾ സൊല്യൂഷനിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എഴുതാൻ സാധാരണ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഇഫ് x1 ഈസ് ഈക്വൽ ടു x2 ഈസ് ഈക്വൽ ടു s1 ഈസ് ഈക്വൽ ടു s2 ഈസ് ഈക്വൽ ടു 0, ദെൻ a1 ഈസ് ഈക്വൽ ടു 80, a2 ഈസ് ഈക്വൽ ടു 60. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യും. So, initial feasible solution can be summarized to initial simplex table എന്ന് മറക്കണം. അതിനു മുന്നേ നമ്മൾ വാല്യൂ ഇവിടെ ഒന്നുകൂടി എഴുതും. x1 2 1, x2 1 2, s1 minus 1 0, s2 0 minus 1, a1 1 0, a2 0 1. ഇതൊക്കെ എഴുതുന്നറിയാലോ, പറയണ്ട, കുറേ ആയിട്ട് പറയുന്ന പ്രോബ്ലം തന്നെ. xb 80 60. ഇനി നമുക്ക് ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ വരക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സോ ടാബിള് നേരത്തെ വരച്ചതുപോലെ ഫസ്റ്റ് കോളം ബി, നെക്സ്റ്റ് സി, നെക്സ്റ്റ് എക്സ് ബി, x1 x2 s1 s2 a1 a2 തീറ്റ. ഇത്രയാണ് കോളം. ബി എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ എൻ്റർ ചെയ്യും a1 a2, രണ്ട് ആർട്ടിഫിഷ്യൽ വേരിയബിൾ അല്ലേ, അത് എഴുതും. സി അതിൻ്റെ a1ൻ്റെയും a2ൻ്റെയും വാല്യൂ എം ആണ്. സി എന്ന് പറയുന്ന കോളത്തിൽ എം എന്ന് എഴുതും. എക്സ് ബി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 80 60. ഇനി ഇവിടെ മുകളിൽ എഴുതിയ വാല്യൂ അങ്ങനെ തന്നെ ഓരോ കോളത്തിലും എഴുതുക. x1 2 1, x2 1 2, s1 minus 1 0, s2 0 minus 1, a1 1 0, a2 0 1. തീറ്റ അവിടെ നിൽക്കട്ടെ, കാരണം തീറ്റ നമുക്ക് എഴുതാം. തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ബി ഡിവൈഡ് ബൈ x2 ആണോ ഇല്ലയോ എന്നുള്ള കൺസ്ട്രെയിൻസ്. ഇപ്പം x1ൻ്റെ കുളത്തിലും വാല്യൂ 2 1 ആണ്, x2ൻ്റെ കുളത്തിലും 1 2 ആണ്. അപ്പോൾ ഏതാണ് ഏറ്റവും വലിയ മാക്സിമം കൺസ്ട്രെയിൻസ് നമുക്ക് അറിയാനുള്ള ഒരു എലിമെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴത്ത് വരെയുള്ള ബാക്കിയുള്ള പ്രോബ്ലം ചെയ്തിട്ട് തീറ്റ കോളം ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മിനിമം വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ അല്ലെ ഏരോ ഇടാനുള്ള ഡിഫിക്കൽറ്റി മാറിക്കിട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ സി ജെ നമുക്ക് ചെയ്യാം. സി ജെ എന്ന് പറയുമ്പോൾ അറിയാലോ, മാക്സിമം 600, x2 500, s1 s2 0, a1 m a2 m. ഇനി സെഡ് ജെ നമുക്ക് കാണാം. സെഡ് ജെ എങ്ങനെയായിരുന്നു കാണാം? m ഇൻറ്റു 2 പ്ലസ് m ഇൻറ്റു 1, സോ 3m കിട്ടും. x2 ചെയ്യുക എങ്ങനെയാ? m ഇൻറ്റു 1 പ്ലസ് m ഇൻറ്റു 2, സെയിം 3m കിട്ടും. നെക്സ്റ്റ് x1 കോളത്തിൽ z എങ്ങനെയാ കാണാ? m ഇൻറ്റു -1 പ്ലസ് m ഇൻറ്റു 0, സോ -m.
S2 കോളത്തിലാകുമ്പോൾ m into 0 plus m into minus 1. So minus m. A2 കോളത്തിൽ 1 into m plus 0 into m. A2 0 into m plus m into 1 m. അപ്പോൾ നമുക്ക് zj കിട്ടും 3x1 പറയാം 3m, x2 3m, s1 minus m, s2 minus m, a1 m, a2 m. എനിക്ക് cj minus zj ചെയ്ത് നോക്കുക. സോ 600 minus 3m, 500 minus 3m, m, m, 0, 0 കിട്ടും. അപ്പോൾ അതിനകത്ത് 3m 3m രണ്ടും മൈനസ് 3m ആണ്. അപ്പം നമ്മൾ അതിനകത്ത് മിനിമൈസ് ദ വാല്യൂ ആണ് എടുക്കുക അല്ലേ. ഫൈനലി കിട്ടുന്ന ഇൻഡെക്സിന് മിനിമൈസ് ദ വാല്യൂ അല്ലായിരുന്നു എടുക്കുക. അപ്പം മിനിമൈസ് ദ വാല്യൂ അതിന് നെഗറ്റീവ് വാല്യൂ 500 മൈനസ് 3m. അപ്പോൾ ആ കോളമാണ് എന്ത് ചെയ്തുണ്ടാവുക നമ്മളെ ഇൻകമിങ് ഫാക്ടർ ആയിട്ടുള്ള കോളം x2. അപ്പോൾ അവിടുത്തെ മാക്സിമം എലിമെന്റ് 2 നമുക്ക് ബോക്സിലാക്കി വെക്കാം. അപ്പോൾ നമുക്കിനി തീറ്റ ചെയ്യാം. തീറ്റ എന്ന് പറയുന്നത് xb ഡിവൈഡ് ബൈ x2 ആണ്. ഇൻകമിങ് ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. xb ഡിവൈഡ് ബൈ x2. സോ 80 ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 80. നെക്സ്റ്റ് 60 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 30. അപ്പോൾ മിനിമം വാല്യൂ ആയ 30യെ നമ്മൾ ഏരോ ഇട്ടിട്ട് മിനിമം വാല്യൂ ആയിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ എഴുതിയത് ഞാൻ മുഴുവനൊന്നും വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ച് എഴുതിയാൽ മതി. ഓൾമോസ്റ്റ് നെഗറ്റീവ് വാല്യൂ ഈസ് 500 മൈനസ് 3m. സോ x2 ഈസ് ദ ഇൻകമിങ് ഫാക്ടർ. So the basic variable A2 will be departed from the solution. A2 ഒഴിവാക്കും നമ്മൾ. It corresponds to minimum positive ratio. So the key element is 2. അപ്പോൾ x2ന്റെ key element 2 ആണ്. The element x2 column will be converted. അപ്പോൾ x2 column നമ്മൾ മാറ്റണം, 0, 1 ആക്കി മാറ്റണം. To get second simplex table, A2 is dropped to second simplex table. Second simplex table നിന്ന് A2 ഇനി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ റഫായിട്ടൊരു ടേബിൾ ആയിരിക്കും. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, XB, X1, X2, S1, S2, A1. A2 ഉണ്ടാവില്ല. A2 നമ്മൾ ഡ്രോപ്പ് ചെയ്ത്. ഓക്കെ, ഫസ്റ്റ് റോയില് നമുക്ക് എന്ത് കിട്ടും? 50 വാല്യൂ കിട്ടും. കാരണം നമ്മൾ ഈ 80 മൈനസ് 30. ഫസ്റ്റ് റോയില് 80 അല്ലേ വാല്യൂ. 80നകത്തും 30 മൈനസ് ചെയ്തപ്പോൾ 50 കിട്ടി. അടുത്ത റോയില് 60 ആണ് വാല്യൂ. 60നകത്തും 30 മൈനസ് ചെയ്തപ്പോൾ 30 കിട്ടി. അങ്ങനെ 50യും 30യും കിട്ടി. ഇനി x1 എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയ വാല്യൂ ആയിട്ടുള്ള 3/2. അപ്പോൾ 3/2 എന്ന് പറയുന്ന x1 എന്ന് പറയുന്ന കോളത്തിന് ടോട്ടൽ അല്ലേ, അതിനെ 2 + 1 എന്ന് പറയുന്ന 2ഉം 1ഉം കൂടി ആഡ് ചെയ്ത് 3 ഡിവൈഡ് ബൈ നമ്മളെ കീ എലിമെന്റ് 2. അടുത്ത കോളം എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ 2. നമുക്ക് സെക്കൻഡ് റോയിൽ 1 ഡിവൈഡ് ബൈ 2 ചെയ്യും. ഇനി x2 എന്ന് പറയുന്ന കോളം ഉണ്ടാവോ? അതിന്റെ വാല്യൂ നേരത്തെ ഉണ്ടാവില്ല, നമ്മൾ പുതിയ വാല്യൂ കൊടുത്ത് 0ഉം 1ഉം. ഇനി S1 എന്ന് പറഞ്ഞ കോളം അങ്ങനെ തന്നെ എഴുതും, -1 0. S2 എന്ന് പറയുന്ന കോളം 0 -1ന് പകരം നമ്മൾ എന്ത് ചെയ്യും? അതിന് 2 വാല്യൂ കൊടുക്കും. എങ്ങനെയാ കൊടുക്കുക? 0 നമ്മൾ A2 കൺവേർട്ട് ചെയ്ത് കൊണ്ട് തന്നെ നമുക്ക് ആ വാല്യൂ അതിന് കൊടുക്കാം. സോ 1/2 -1/2 നേരത്തെ ചെയ്ത അതേപോലെ തന്നെ A1 എന്ന് പറയുന്ന വാല്യൂ 1 0 കൊടുത്തു. ഇനി അടുത്ത നമ്മൾ എന്താണ്? സെക്കൻഡ് ടേബിൾ ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ. അതിനകത്ത് സെക്കൻഡ് ടേബിൾ നമ്മൾ ചെയ്യും. സെക്കൻഡ് ടേബിളിലെ ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ നിങ്ങൾ ചെയ്ത് നോക്കണേ, ഇവിടെ ചെയ്ത് വെച്ചിട്ടില്ല. ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ -3m ഡിവൈഡ് ബൈ 2 + 350 വരും. സോ x1 ഇൻകമിംഗ് ഫാക്ടർ ആണ്. ബേസിക് വേരിയബിൾ A1 വിൽ ഡിപ്പാർട്ട് ഫ്രം ദ സൊല്യൂഷൻ. ഇറ്റ്സ് എ കറസ്പോണ്ട്സ് ടു മിനിമം പോസിറ്റീവ് റേഷ്യോ. ദ കീ എലിമെന്റ് ഈസ് 3/2. അപ്പോൾ അതിന്റെ കീ എലിമെന്റ് സെക്കൻഡ് ടേബിൾ ഇവിടെ വരച്ചിട്ടില്ല, നിങ്ങൾ വരച്ചു നോക്കുക. ഈ റോ ടേബിൾ ഇവിടെ ഉണ്ട്. ഈ റോ ടേബിൾ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിനകത്ത് നിന്ന് എന്ത് ചെയ്യണം? ഈ റോ ടേബിളിൽ നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് അതിനകത്ത് CJയും ZJയും CJ - ZJയും കാണണം. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. എന്നിട്ട് നമുക്ക് അവിടെ ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ കിട്ടുക -3 ഡിവൈഡ് ബൈ 2 + 350 ആണ്. അങ്ങനെ കിട്ടുമ്പോൾ അതിന്റെ കീ എലിമെന്റ് കിട്ടുക 3/2 ആണ്. x1ലെ 3/2 ആണ് കിട്ടുക. സോ x1 വാല്യൂ നമ്മൾ കൺവേർട്ട് ചെയ്യും, കാരണം x1 ആണ് ഇൻകമിംഗ് ഫാക്ടർ ആയിട്ട് വന്നത്. സോ x2 then the converting 0 1 to get the simplex tableലേക്ക്. സോ A2 ഡ്രോപ്പ്ഡ്. അപ്പോൾ A1 ഉള്ളതിന് പകരം A2 നമ്മൾ അതിനകത്ത് ഡ്രോപ്പ് ചെയ്തു. സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. സോറി കേട്ടോ, ഞാൻ വെച്ചിട്ട് തന്നിട്ടില്ല. സോ സെക്കൻഡ് സിംപ്ലക്സ് നിങ്ങൾ വരക്കേണ്ട അവിടെ തന്നിട്ടുണ്ട്. A1 x2 അല്ലേ ഉണ്ടാവുക. A1ന്റെ വാല്യൂ m ആണ്, x2ന്റെ വാല്യൂ എത്ര? 500. സോ XB 50യും 30യും. അപ്പോൾ x1 നേരത്തെ അവിടെ എഴുതിയ ആ റഫ് ടേബിളിൽ എഴുതിയ 3/2 1/2 x2 0 1 എടുത്ത് S1 -1 0, S2 1/2 -1/2, A1 1 0.
സോ തീറ്റ എന്ന് പറയുന്നത് എക്സ് ബി ഡിവൈഡ് ബൈ x1. xb divided by x1. So 50 divided by 3 by 2 is equal to 100 divided by 3 എന്ന് പറഞ്ഞിട്ട് എടുക്കും. സോ അടുത്തത് 30 divided by 1 by 2 60. So Cj 600 500 00 m. Zj 3m divided by 2 plus 250 500 minus m. m divided by 2 minus 250 m. Cj minus Zj minus 3m divided by 2 plus 350 0 m minus m divided by 2 plus 350 0. അപ്പോൾ ഈ വാല്യൂ ആണ് ഇവിടെ ഏരോ ഇട്ട വാല്യൂ ആണ് അതിൻ്റെ ഇൻകമിങ് ഫാക്ടർ ആയിട്ട് വരുന്നത്. കാരണം അതിന് നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ -3m ഡിവൈഡ് ബൈ 2 പ്ലസ് 350. അപ്പോൾ x1 ആണ് ഇൻകമിങ് ഫാക്ടർ. ഇനി x1ന്റെ വാല്യൂ നമ്മൾ 0ഉം 1ഉം 10 എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് മാറ്റണം. അതാണ് ഈ ടേബിള്. ഫസ്റ്റ് റോ 100 ഡിവൈഡ് ബൈ 3, സെക്കൻഡ് റോ 40 ഡിവൈഡ് ബൈ 3. അതിന്റെ വാല്യൂ കിട്ടി എങ്ങനെയാണെന്ന് അറിയാലോ. x1 10, x1 മാറ്റി 10 ആക്കും, x2 01, s1 -2 ഡിവൈഡ് ബൈ 3 1 by 3, s2 1 by 3 minus 2 divided by 3. So the third table we can the value of 0 or positive. അപ്പോൾ third table നമ്മൾ വരക്കും. third table b c xb x1 x2 s1 s2 നേരത്തെ ചെയ്താൽ അതാ ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. x1ഉം x2ഉം 600ഉം 500ഉം വാല്യൂ എഴുതും. സോ xb 100 divided by 3 40 divided by 3. x1 10 x2 01. s1 -2 by 3ഉം 1 by 3ഉം. s2 1 by 3ഉം -2 by 3ഉം. cj നമുക്ക് കിട്ടും 600 500 0 0. zj 600 500 -700 divided by 3 -400 divided by 3. So cj minus zj or index 0 0 700 divided by 3 400 divided by 3. അപ്പം നമുക്ക് തേർഡ് ടേബിളിൽ all values are 0 or positive. കണ്ടോ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആണ്. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ കോസ്റ്റ് cannot be reduced further. കോസ്റ്റ് ഇനി നമുക്ക് കുറക്കാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ് ഈസ് എ ഫീസിബിൾ സൊല്യൂഷൻ. ഇത് കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ തന്നെയാണെന്ന് പറയാൻ പറ്റും. സോ എക്സിന്റെ വാല്യൂ എത്രയാ? എക്സിന്റെ വാല്യൂ കിട്ടിയത് 100 ഡിവൈഡ് ബൈ 3. x2ന്റെ വാല്യൂ 40 ഡിവൈഡ് ബൈ 3. അത് നമ്മൾ മാക്സിമൈസ് ഫംഗ്ഷനിൽ മിനിമൈസ് ദ ഫംഗ്ഷനിലേക്ക് എത്തും. മിനിമൈസ് z ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? 600 x1 പ്ലസ് 500 x2 ആയിരുന്നു. മാറ്റി നമ്മൾ 600 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 3 പ്ലസ് 500 ഇൻറ്റു 40 ഡിവൈഡ് ബൈ 3 എന്നുള്ള ഇക്വേഷനിൽ കൊടുക്കും. സോ 80,000 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 26,677. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാം വാല്യൂ കിട്ടുക. ഒന്നുകൂടി ഞാൻ ആ ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞുതരാം. ബാക്കിയൊക്കെ ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിലാണ് ഓരോ കൺസെപ്റ്റും കാണുക. അപ്പം നമ്മൾ പിന്നെയും അത് പറയണ്ടല്ലോ. നിങ്ങൾ അതിന്റെ കറക്റ്റ് വേർഷൻ ചെയ്ത് നോക്കിയിട്ട് വേണം എഴുതാൻ. കാരണം 1-2 ക്വസ്റ്റ്യൻ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ കുറച്ചും കൂടി അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ ക്ലാസ്സും 400-500 MB വരും. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പ്രോബ്ലം ഉണ്ട്. ലോഡാവാനും ക്ലാസ് ലോഡാവാനുള്ള ഒക്കെ പ്രോബ്ലം. പിന്നെ എക്സാമും പെട്ടെന്ന് വരുന്നു. അതുകൊണ്ട് ക്ലാസ് എത്രയും പെട്ടെന്ന് തീർക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിന്നെ ഓരോന്നിൻ്റെയും കറക്റ്റ് വേഷം പറയാത്തത്. കാരണം PGക്കാരാണ് ഒന്നാമത്തത്. നിങ്ങൾ 2 പ്രോബ്ലം ടീച്ചർ സാധാരണ നമ്മൾ ക്ലാസ്സിൽ ഒരു പ്രോബ്ലമേ കൊടുക്കാറുള്ളൂ. ബാക്കി പ്രോബ്ലം സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിക്കാറാണ്. ഇതിപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് 2-3 പ്രോബ്ലം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതിനകത്ത് 2 പ്രോബ്ലം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ബാക്കിയുള്ള പ്രോബ്ലം എങ്ങനെ വന്നു എന്നുള്ള കാര്യം കൺസെപ്റ്റ് മാത്രം ഞാനങ്ങ് പറഞ്ഞു പോവാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള പ്രോബ്ലം എങ്ങനെ വന്നെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും എക്സാമിന് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവില്ല. കാരണം ക്ലാസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം ആ ഒരു പ്രോബ്ലം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ വഴിയൊന്നും പറയാൻ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഇനിയുള്ള പ്രോബ്ലംസുകളൊക്കെ ഇതുപോലെ തന്നെയാണ്. ചെറിയ ഈ ലീനിയർ പ്രോഗ്രാമിൽ സിംപ്ലക്സ് മെത്തേഡിൽ ഇനി 2 മെത്തേഡും കൂടിയാണ് ഉള്ളത്. അതിനകത്ത് തന്നെയാണ് പ്രോബ്ലം. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക. ഞാൻ ഇനി അങ്ങോട്ടുള്ള വേ ഒന്നും പറയില്ല, കൺസെപ്റ്റ് മാത്രം പറഞ്ഞു പോവുകയുള്ളൂ കേട്ടോ. ഡിഫറൻ്റ് ആയിട്ടുള്ള വേ എന്തൊക്കെ മാറ്റം വരുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരും. ബാക്കിയൊക്കെ സെയിം ആണ്. സോ question z is equal to 600 x1 plus 500 x2. Constraints 2x1 plus x2. 2x1 ആണ്, 1 വലുതായി പോയതാണ്. 2x1 plus x2 greater than or is equal to 80. x1 plus 2x2 greater than equal to 60. x1 x2 greater than is equal to 0. നമ്മൾ ആദ്യം കൺസ്ട്രെയിൻസിനെ ഇക്വേഷനെ ഇക്വാലിറ്റിയിലേക്ക് മാറ്റുക. കൂടാതെ ആർട്ടിഫിഷ്യൽ വേരിയബിൾസും സർപ്ലസ് വേരിയബിൾസും ആഡ് ചെയ്യുക. സർപ്ലസ് വേരിയബിൾ -s1 s2 എന്ന് പറയും. ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് a1 a2 എന്ന് പറയും. ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന്റെ വാല്യൂ m ഉം സർപ്ലസ് വേരിയബിൾസിന്റെ വാല്യൂ 0 കൊടുക്കുക.
സോ കൺസ്ട്രെയിൻസ് മാറ്റി എഴുതാം. 2x1 plus x2 minus s1 plus a1 is equal to 80. അടുത്ത കൺസ്ട്രെയിൻസ് x1 plus 2x2 minus s2 plus a2 is equal to 60. x1 x2 s1 s2 a1 a2 greater than or is equal to 0. ഇനി നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. മിനിമൈസ് z is equal to 600 x1 plus 500 x2 plus 0 s1 plus 0 s2 plus m a1 plus m a2. ഇനി നമ്മൾ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷനിലേക്ക് പോകണം. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഈ കൺസ്ട്രെയിൻസ് അവിടെ എഴുതി വെക്കണം. ഇഫ് x1 ഈസ് ഈക്വൽ ടു x2 ഈസ് ഈക്വൽ ടു s1 ഈസ് ഈക്വൽ ടു 0, a1 80ഉം a2 60ഉം. അപ്പം നമുക്ക് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഐറ്റം നോക്കണം. സോ x1ഉം x2 s1 s2 a1 a2 xb ആ കോളത്തിൽ ഐറ്റം നമുക്ക് മനസ്സിലാവാൻ വേണ്ടി അവിടെ എഴുതി വെക്കും. x1 21 x2 1 2 s1 minus 1 0 s2 0 minus 1 a1 1 0 a2 0 1 xb 80 60. ഇനി നമ്മൾ ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ നേരത്തെ വരച്ചതുപോലെ തന്നെ വരക്കും. അപ്പോൾ അതിൻ്റെ വാല്യൂ ഓരോന്നിന് a1 a2 എഴുതും. വാല്യൂ കിട്ടുക അവസാനം തീറ്റ കിട്ടുക 8. ഫസ്റ്റ് റോവിൻ്റെ തീറ്റ 80ഉം സെക്കൻഡ് റോവിൻ്റെ തീറ്റ 30. അപ്പോൾ 30 മിനിമം വാല്യൂ ആയതുകൊണ്ട് നമ്മൾ അവിടെ ഏരോ വരച്ചു കൊടുത്ത്. അതുപോലെ സെക്കൻഡ് x2 എന്ന് പറയുന്ന കോളത്തിലെ രണ്ടാമത്തെ റോയിലുള്ളതാണ് എലിമെന്റ്, കീ എലിമെന്റ് 2 എടുത്ത്. അതുപോലെ തന്നെ CJയും ZJയും കണ്ട് CJ മൈനസ് ZJ നമുക്ക് ഇൻഡെക്സ് കിട്ടും. അവിടെ x1 600 മൈനസ് 3m 500 x2 500 മൈനസ് 3m s1 എമ്മും s2 എമ്മും a1ഉം a2 0 കിട്ടും. അപ്പോൾ നമുക്ക് അവിടുത്തെ മിനിമം ആയിട്ടുള്ള വാല്യൂ നമ്മൾ നോട്ട് ചെയ്താൽ 500 മൈനസ് 3m അതാണ് മോസ്റ്റ് നെഗറ്റീവ് വാല്യൂ 500 മൈനസ് 3m. സോ x2 ആണ് ഇൻകമിംഗ് ഫാക്ടർ. അപ്പോൾ ഇൻകമിംഗ് ഫാക്ടർ x2 ആയതുകൊണ്ട് a2 നമ്മൾ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. a2 എലിമിനേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കീ എലിമെന്റ് ആയിട്ട് 2ഉം കൺസിഡർ ചെയ്യും. അപ്പോൾ a2 എലിമിനേറ്റ് ചെയ്തുകൊണ്ട് x2 ഇൻകമിംഗ് ഫാക്ടർ ആയതുകൊണ്ട് x2ന്റെ വാല്യൂ നമ്മൾ കൺവേർട്ട് ചെയ്ത് 0ഉം 1ഉം ആക്കും. അപ്പോൾ അതിന് പകരം നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഇനീഷ്യൽ ഒരു ടാബിൾ, റഫ് ടാബിൾ വരക്കും. അതാണ് ഈ റഫ് ടാബിള്. അവിടെ റോസും ഫസ്റ്റ് റോവും സെക്കൻഡ് റോവും അതിന്റെ വാല്യൂ മൈനസ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിടും. എന്നിട്ട് നമ്മൾ സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ വരക്കും. സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ വരക്കുമ്പോൾ a2 പോയതിന് പകരം x1ന് പകരം നമ്മൾ a1ഉം x2ഉം കൊടുക്കും. എന്നിട്ട് x2ന്റെ വാല്യൂ നമ്മൾ മാറ്റും, 0ഉം 1ഉം ആക്കും. ബാക്കിയൊന്നും വ്യത്യാസമില്ല, ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ചെയ്യും. തീറ്റ a1 എന്ന് പറയുന്ന റോയുടെ തീറ്റ 100 മൈനസ് 3 ഡിവൈഡ് ബൈ 3ഉം x2 എന്ന് പറയുന്ന റോയുടെ തീറ്റ 60ഉം വരും. അപ്പം നമ്മളവിടെ ലാസ്റ്റ് ഇൻഡെക്സ് വരിക x1 മൈനസ് 3m ഡിവൈഡ് ബൈ 2 പ്ലസ് 350 x2 0 s1 m s2 മൈനസ് m ഡിവൈഡ് ബൈ 2 പ്ലസ് 250 0. അപ്പം അതിനകത്ത് ഏറ്റവും മോസ്റ്റ് നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് 3m ഡിവൈഡ് ബൈ 2 പ്ലസ് 350. അപ്പം x1 3 ഡിവൈഡ് ബൈ 2 ആണ് കീ എലിമെന്റ്. അപ്പം x1 നമ്മൾ ഇൻകമിംഗ് ഫാക്ടർ ആയിട്ട് എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ a1 ഡ്രോപ്പ് ചെയ്യും. a1 ഡ്രോപ്പ് ചെയ്തിട്ട് x1ന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും, കൺവേർട്ട് ചെയ്യും. x1ന്റെ വാല്യൂ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, 1 0 ആക്കി മാറ്റും. ഓക്കെ, അതിൻ്റെ ഒരു റഫ് ആയിട്ടുള്ള ടേബിളാണ് ഇവിടെ ഉള്ളത്. x1 1 0 ആയി. xb ഫസ്റ്റ് റോയിൽ 100 ഡിവൈഡ് ബൈ 3ഉം സെക്കൻഡ് റോയിൽ xb 40 ഡിവൈഡ് ബൈ 3ഉം വരും. സോ x1 1 0ഉം x2 0 1ഉം s1 മൈനസ് 2 ബൈ 3ഉം 1 ബൈ 3ഉം s2 1 ബൈ 3ഉം മൈനസ് 2 ബൈ 3ഉം വരും. എന്നിട്ട് നമ്മൾ തേർഡ് സിംപ്ലക്സ് ടേബിൾ വരക്കും. ഇനി a1ഉം a2ഉം ഇല്ല. അപ്പം അതിന് പകരം x1ഉം x2ഉം വരും. അതിൻ്റെ വാല്യൂ ഇടും, 600 500 ഒക്കെ ഇടും. അപ്പോൾ ഇനിയത്തെ ഈ തേർഡ് സിംപ്ലക്സ് ടേബിൾ ഫൈനൽ സൊല്യൂഷൻ ആണ്, അതുകൊണ്ട് തന്നെ അതിന് തീറ്റ കാണണമെന്നില്ല. സോ അപ്പോൾ നമുക്ക് ഫൈനലി CJ മൈനസ് ZJ എന്ന് പറയുന്ന ഇൻഡെക്സ് x1 0 x2 0 s1 700 ഡിവൈഡ് ബൈ 3 s2 400 ഡിവൈഡ് ബൈ 3 കിട്ടും. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് ഒറ്റ നെഗറ്റീവ് വാല്യൂ ഇല്ല. ഫസ്റ്റ് x1 x2 0 s1 s2 പോസിറ്റീവ് ഫിഗർ ആണ്. സോ ദ തേർഡ് സിംപ്ലക്സ് ടേബിൾ വി ക്യാൻ ഓൾ ദ വാല്യൂ 0 ഓർ പോസിറ്റീവ്. ഇറ്റ് ഇൻഡിക്കേറ്റ് കോസ്റ്റ് കനോട്ട് ബി റെഡ്യൂസ്. ഇനി നമുക്ക് കോസ്റ്റ് കുറക്കാൻ പറ്റില്ല, കാരണം ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ലെ ബെസ്റ്റ് സൊല്യൂഷൻ അല്ലെ ഫൈനൽ സൊല്യൂഷൻ ആണ് നമ്മൾ കണ്ടെത്തിയത്. ഇതിൽ കൂടുതൽ ഇനി കോസ്റ്റ് കുറക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. സോ ദാറ്റ് ഈസ് x1 ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 3ഉം x2 40 ഡിവൈഡ് ബൈ 3ഉം വരും. സോ മിനിമൈസ്. അപ്പം നമ്മളുടെ ഒബ്ജക്റ്റീവിലേക്ക് എത്തും. മിനിമൈസ് z ഈസ് ഈക്വൽ ടു 100 x1 പ്ലസ് 600 x1 പ്ലസ് 500 x2 ആയിരുന്നു.
അത് നമ്മൾ മാറ്റി വാല്യൂ കൊടുക്കും. x1 x2 വാല്യൂ കൊടുക്കും. z is equal to 600 into 100 divided by 3 plus 500 into 40 divided by 3. So 80,000 divided by 3 is equal to 26,677 എന്നുള്ള ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എത്തും. 3 ആളുള്ളൂ. നമുക്ക് ബാക്കി അടുത്ത പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.